ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് ബീറ്റ വെർഷനാക്കി മാറ്റാൻ സാധിക്കും. ഈ ബീറ്റ വെർഷൻ ആക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ, എന്തൊക്കെയാണ് ദോഷങ്ങൾ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. എന്താണ് ബീറ്റ? വാട്സാപ്പിൻ്റെ ഒരു ടെസ്റ്റർ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് വാട്സാപ്പിൽ പുതുതായിട്ട് അവതരിപ്പിക്കുന്ന ഫീച്ചറുകൾ അത് ഏറ്റവും ആദ്യം ലഭിക്കുന്നത് ബീറ്റ വെർഷൻ ഉള്ളവർക്കായിരിക്കും. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് വളരെയധികം ഗുണകരമാണ്. വാട്സാപ്പ് പുതിയ ഫീച്ചർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആദ്യം ലഭിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം. എന്നാൽ ഇതിൻ്റെ ദോഷം എന്താണ്? വാട്സാപ്പ് പുതിയ ഫീച്ചർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എററോ അല്ലെങ്കിൽ ബഗ്ഗോ വന്നു കഴിഞ്ഞാൽ അതും നമ്മൾ അനുഭവിക്കണം. പുതിയ ഫീച്ചർ ലഭിക്കും, അതും ഓക്കെ, പക്ഷേ ഇങ്ങനെയുള്ള കാര്യം കൂടി അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഇനി മറ്റൊരു പ്രശ്നമുള്ളത്, വാട്സാപ്പിൽ നിരന്തരമായിട്ട് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഒരു പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിട്ട് അതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാൻ മറ്റൊരു അപ്ഡേറ്റ് വരും. അപ്പോൾ ദിവസവും ചിലപ്പോൾ 1, 2, 3 ഒക്കെ അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പും നിങ്ങൾ ബീറ്റ വെർഷൻ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ ഫീച്ചറുകൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ബീറ്റ വെർഷൻ ആക്കാമെന്ന് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാട്സാപ്പ് ബീറ്റ വെർഷനാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബാറിൽ വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ വാട്സാപ്പ് കാണാം. ഈ എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാട്സാപ്പ് മെസ്സഞ്ചർ ബ്രാക്കറ്റിൽ ബീറ്റ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ എഴുതിയത് കാണാൻ സാധിക്കും. യു ആർ എ ബീറ്റ ടെസ്റ്റർ ഫോർ ദിസ് ആപ്പ്. ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് വിൽ ഇൻക്ലൂഡ് ബീറ്റ വെർഷൻ എന്ന്. ഓക്കെ, പുതിയ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ നമുക്ക് ബീറ്റ വെർഷനിൽ ലഭിക്കുമെന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് താഴെ യു ആർ എ ബീറ്റ ടെസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നും പുറത്തു പോകാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. ഞാനിപ്പോൾ ഇതിൽ നിന്നും ലീവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് പുറത്തു പോവുകയാണ്. എന്നിട്ട് വീണ്ടും എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് കാണിച്ചു തരാം. വീണ്ടും ഞാൻ ലീവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. കുറച്ചേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ബീറ്റ വെർഷനിൽ നിന്നും ഞാൻ പുറത്തു പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ബീറ്റ എന്ന് തന്നെ കാണുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് വീണ്ടും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബാറിൽ വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുകയാണ്. വാട്സാപ്പ് വന്നിട്ടുണ്ട്. ആ എഴുത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സാപ്പ് മെസ്സഞ്ചർ എന്നാണുള്ളത്. ബീറ്റ എന്ന് കാണാനേ ഇല്ല. ബീറ്റയിൽ നിന്നും ഞാൻ പുറത്തു പോയിട്ടുണ്ട്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബീറ്റ പ്രോഗ്രാം ഈസ് ഫുൾ. ഇവിടെ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സൈറ്റ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ കുറച്ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും ബിക്കം എ ടെസ്റ്റർ എന്ന ഒരു ബ്ലൂ കളർ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നിങ്ങളുടെ വാട്സാപ്പ് ബീറ്റ വെർഷൻ ആകും. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. കുറച്ചേരം വെയിറ്റ് ചെയ്യുക. കണ്ടോ, ഇവിടെ ബീറ്റ വെർഷനായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിൻ്റെ ഏറ്റവും താഴെ ലീവ് ദ പ്രോഗ്രാം എന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഇതിൽ നിന്നും പുറത്തു പോകാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നും ബാക്ക് വന്നിട്ട് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്ത് സെർച്ച് ബാറിൽ വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കാം. ഈ എഴുത്തിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ വാട്സാപ്പ് മെസ്സഞ്ചർ എന്നുണ്ട്, ബീറ്റ എന്ന് കാണുന്നില്ല. എന്നാലും ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയത് കാണാൻ സാധിക്കും. കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങളുടെ വാട്സാപ്പ് ബീറ്റ വെർഷനായിട്ട് മാറാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജോയിനിങ് ബീറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ പുറത്തു പോകാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 5-10 മിനിറ്റിന് ശേഷം വീണ്ടും പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ എഴുത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് ബീറ്റ എന്ന് വന്നിട്ടുണ്ട്. വാട്സാപ്പ് മെസ്സഞ്ചർ ബീറ്റ. ഓക്കെ, കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പും ഇതുപോലെ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ബീറ്റ വെർഷനാക്കി മാറ്റാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം മാത്രമാണ് പ്ലേ സ്റ്റോറിലൂടെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാട്സാപ്പ് ബീറ്റ വെർഷൻ ആയി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് നിങ്ങൾ ബീറ്റ വെർഷൻ ആക്കുക. അപ്പോൾ പുതിയ പുതിയ ഫീച്ചറുകളൊക്കെ നിങ്ങൾക്കും ആദ്യം ലഭിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.